വെൽക്കം ടു ഓൾ. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ക്യൂബ് റൂട്ടും ക്യൂബ് റൂട്ടിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു എന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ക്യൂബ് റൂട്ടിൻ്റെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കാം. സോ പേജ് നമ്പർ 16 ഫിഗർ ഇറ്റ് ഔട്ട്. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ക്യൂബ് റൂട്ട്സ് ഓഫ് 27,000 ആൻഡ് 10,648. ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാം. 27,000 ഡിവൈഡ് വിത്ത് 2, then 13,500 again with 2, 6,750. വീണ്ടും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 3,375. ഈ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 1125. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 375. വീണ്ടും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 125. ദെൻ 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 25. ദെൻ 5 5s are 25. 5 1. ഓക്കെ, സോ അടുത്തതായിട്ട് നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് എഴുതാം. 27,000യുടെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 × 2 × 2 × 3 × 3 × 3 × 5 × 5 × 5 ആണ്. ഇനി എന്താണ് നമ്മൾ ചെയ്തിരുന്നത്? പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ട്രിപ്ലെറ്റായി എഴുതിയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3 ട്രിപ്ലെറ്റായിട്ട് എഴുതാം. സോ നമുക്ക് 2 × 3 × 5 ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. സോ 27,000 എന്ന് പറയുന്നത് 2 × 3 × 5 ദ ഹോൾ ക്യൂബാണ്. ഓക്കെ, സോ 27,000 എന്ന് പറയുന്നത് 30 ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 27,000 എന്ന് പറയുന്നത് എന്താണ്? 30 ആണ്. ക്ലിയർ? ഓക്കെ, ദെൻ അടുത്ത നമ്പർ നോക്കാം. അടുത്ത നമ്പർ 10648. സ്റ്റാർട്ട് വിത്ത് 2. സോ 5 3 2 4. again with 2, 2662. വീണ്ടും 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 1331. ഇനി 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 121. again with 11. ഓക്കെ, നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് എഴുതാം. 10648. 2 × 2 × 2 × 11 × 11 × 11 ആണ്. സോ ട്രിപ്ലെറ്റ് ആക്കുക. നെക്സ്റ്റ് ട്രിപ്ലെറ്റ് ആക്കി. സോ 2 × 11 ദ ഹോൾ റേസ് ടു 3 ആണ്. ഓക്കെ, സോ 10648 എന്ന് പറയുന്നത് 22 ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 10648 എന്ന് പറയുന്നത് എന്താണ്? 22 ആണ്. ക്ലിയർ? ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. What number will you multiply by 1323 to make it a cube number? 1323നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതൊരു ക്യൂബ് നമ്പറായി മാറുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 1323യുടെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 441. എഗെയിൻ 3 കൊണ്ട് ചെയ്യാം. സോ 147. എഗെയിൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 49 കിട്ടും. ഇവിടെ 7 7s are 49. 7 1. നമുക്ക് പ്രൈം ഫാക്ടേഴ്സ് എഴുതി നോക്കാം. 1323 എന്ന് പറയുന്ന നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 3 × 3 × 3 × 7 × 7 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ട്രിപ്ലെറ്റ് ആക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ 7ന് എന്തില്ല? ഒരു 7 മിസ്സിംഗ് ആണ്. അതായത് 7നെ നമുക്ക് ട്രിപ്ലെറ്റ് ആക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 1323നെ ട്രിപ്ലെറ്റ് ആക്കണമെങ്കിൽ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഒരു 7 കൂടി ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ അതെന്തായിരുന്നു? ആ നമ്പർ ഒരു പെർഫെക്റ്റ് ക്യൂബ് നമ്പർ ആകുമായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1323നെ ഒരു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയായിരുന്നെങ്കിൽ, ഇവിടെ ഒരു 7 ആണ് മിസ്സിങ് അല്ലേ? അപ്പോൾ ആ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അതൊരു ക്യൂബ് നമ്പർ ആകുമായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് 3 × 3 × 3 × 7 × 7 × 7. ഓക്കെ, ഒരു 7 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയായിരുന്നു എങ്കിൽ എന്താകും? ഈ നമ്പർ ഒരു ക്യൂബ് നമ്പർ ആകും അല്ലേ? അപ്പോൾ 1323 എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താണ്? 9 2
9261 എന്ന് നമുക്ക് കിട്ടും അല്ലേ. 9261 എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് എന്താകാം, ട്രിപ്ലെറ്റ് ആക്കി എഴുതാൻ സാധിക്കും. സോ 3 × 7 the whole cube, so which is equal to 21 cube. സോ 9261 എന്ന് പറയുന്നത് എന്താണ്, 21 ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 9261 എന്തായിരിക്കും, 21 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിച്ചത്, ദ നമ്പർ ടു ബി മൾട്ടിപ്ലൈഡ്, ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ദ നമ്പർ ടു ബി മൾട്ടിപ്ലൈഡ് ടു make 1323 a perfect cube is ഏതാണ്, 7 ആണ് അല്ലേ. ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, 7 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, ഏത് നമ്പർ ആണോ ഇവിടെ ട്രിപ്ലെറ്റിൽ വരാത്തത് ആ നമ്പർ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. ന്യൂ നമ്പർ ഏതാണ്, ഇവിടെ ഫോം ചെയ്ത ന്യൂ നമ്പർ, വിച്ച് ഈസ് ദ ന്യൂ നമ്പർ, new cube number is 9261. ഓക്കെ, അതുപോലെ ക്യൂബ് റൂട്ട് ഓഫ് 9261 എന്ന് പറയുന്നത് 21 ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, what number will you multiply by 1323 to make it a cube number? ക്യൂബ് നമ്പർ ആക്കാൻ നിങ്ങൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമെന്നാണ് ചോദിച്ചത്. സോ അതിൻ്റെ ആൻസർ എന്താണ്, 7 ആണ്. ഓക്കെ, ഫോം ചെയ്യുന്ന പുതിയ നമ്പർ ഏതാണ്, 9261 ആണ്. 9261ൻ്റെ ക്യൂബ് റൂട്ട് ഏതാണ്, 21 ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ട്രൂ ഓർ ഫോൾസ് ആണ്, എക്സ്പ്ലെയിൻ യുവർ റീസണിങ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. ഫോൾസ് ആണെങ്കിൽ എക്സ്പ്ലെയിൻ ദ റീസൺ. ഓക്കെ, ഫസ്റ്റ് ദ ക്യൂബ് ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഈവൻ ആണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തതാണ്. ദ ക്യൂബ് ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഈവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 3 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. 27 ഈസ് ആൻ ഓഡ് നമ്പർ അല്ലേ. അതേപോലെ 7 ക്യൂബ് നോക്കുകയാണെങ്കിൽ 7 ക്യൂബ് ഈസ് 343. അപ്പോൾ ഇതും ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ ക്യൂബ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഓഡ് നമ്പർ ആയിരിക്കും. അതുകൊണ്ട് എന്താണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ക്ലിയർ? ദർ ഈസ് നോ പെർഫെക്റ്റ് ക്യൂബ് ദാറ്റ് എൻഡ്സ് വിത്ത് 8. 8ൽ എൻഡ് ചെയ്യുന്ന പെർഫെക്റ്റ് ക്യൂബ്സ് ഇല്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 2 ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, 8 ആണ് അല്ലേ. അതേപോലെ 12 ക്യൂബ് എന്ന് പറയുന്നത് 1728 ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, 8ലാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് എന്ത് പറയാം, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ദർ ഇസ് നോ പെർഫെക്റ്റ് ക്യൂബ് എൻഡ്സ് വിത്ത് 8 എന്നാണ് പറഞ്ഞത്, അത് ഫോൾസ് ആണ്. അടുത്തത് ദ ക്യൂബ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ മേ ബി എ 3 ഡിജിറ്റ് നമ്പർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ക്യൂബ് ഒരു 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 10 ആണ്. 10ൻ്റെ ക്യൂബ് നോക്കുക. സോ 10 × 10 അതായത് 1000 ആണ് അല്ലേ. 1000 എന്ന് പറയുന്നത് അതിനകത്ത് 4 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ. അതേപോലെ ഹയസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ നോക്കുകയാണെങ്കിൽ 99 ആണ്. അപ്പോൾ 99 × 99 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 970299 ആണ്. അപ്പോൾ ഇവിടെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, 6 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരുന്നത്, ദ ക്യൂബ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ മേ ബി എ 3 ഡിജിറ്റ് നമ്പർ എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ചെറിയ 2 ഡിജിറ്റ് നമ്പർ അതിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ അതിൽ 4 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. സോ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഫോൾസ് ആണ്. അടുത്ത നെക്സ്റ്റ് ഏതാണ്, ദ ക്യൂബ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ മേ ഹാവ് 7 ഓർ മോർ ഡിജിറ്റ്. അപ്പോൾ നമ്മളിവിടെ കണ്ടു ഏറ്റവും മാക്സിമം 6 ഡിജിറ്റ്സ് വരെയാണ് 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ക്യൂബ് നമ്പർ പോസിബിൾ ആയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും അത് 7 ഓ 7ൽ കൂടുതലോ ആകില്ല. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, ഫോൾസ് ആണ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റൻ എന്താണ്, ക്യൂബ് നമ്പേഴ്സ് ഹാവ് ആൻ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ക്യൂബ് നമ്പേഴ്സിന് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്യൂബ് നമ്പർ ചെക്ക് ചെയ്ത് നോക്കാം. സോ 8 ഈസ് എ ക്യൂബ് നമ്പർ. 8ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നാൽ ചെക്ക് ചെയ്ത് നോക്കാം. 8ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, 1 ഒരു ഫാക്ടറാണ്, 2 ഈസ് എ ഫാക്ടറാണ്, 4 ഒരു ഫാക്ടറാണ്, ദെൻ 8 ഈസ് എ ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്, 4 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. 4 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 4 എന്ന് പറയുന്നത് എന്താണ്, ഒരു ഈവൻ നമ്പറാണ്. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, ക്യൂബ് നമ്പേഴ്സ് ഹാവ് ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ഈവൻ നമ്പറാണ്. സോ സം ക്യൂബ് നമ്പേഴ്സ് ഹാവ് ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓൾസോ. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റും
തെറ്റാണ്. ക്ലിയർ? ഓക്കെ. അപ്പം നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. യു ആർ ടോൾഡ് ദാറ്റ് 1331 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. ക്യാൻ യു ഗസ് വിത്തൗട്ട് ഫാക്ടറൈസേഷൻ വാട്ട് ഇറ്റ്സ് ക്യൂബ് റൂട്ട് ഈസ്? സിമിലർലി ഗസ് ദ ക്യൂബ് റൂട്ട് ഓഫ് 4913, 12167, 32768. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഒക്കെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക വിത്തൗട്ട് പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ നമ്മൾ ഈ മെത്തേഡ് പഠിച്ചിരുന്നു. എസ്റ്റിമേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ഈ നമ്പേഴ്സിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ നമ്പർ എസ്റ്റിമേഷൻ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാം. 1331 ആണ്. ഓക്കെ. അപ്പോൾ ആദ്യം ഒരു ക്യൂബ് നമ്പറിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യൂബ് റൂട്ടിൽ എത്ര നമ്പർ ഉണ്ടായിരിക്കും എന്ന് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ അതിനാദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മൾ 2 ഗ്രൂപ്പാക്കുക. ഫസ്റ്റ് 3 വീതമുള്ള 2 ഗ്രൂപ്പാക്കുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്. ഓക്കെ. 2 ഗ്രൂപ്പാക്കുക. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, ക്യൂബ് റൂട്ടിൽ 2 നമ്പർ ഉണ്ടായിരിക്കും, അതാണ്. ഓക്കെ. എന്നിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിലെ യൂണിറ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ക്യൂബ് നമ്പറിൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ ക്യൂബ് റൂട്ടിലെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും, 1 തന്നെ ആയിരിക്കും. ഇതും നമ്മൾ പ്രോപ്പർട്ടീസിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ. രണ്ടാമത്തെ 10th ഡിജിറ്റിലെ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, സെക്കൻഡ് ഗ്രൂപ്പ് നോക്കുക. സെക്കൻഡ് ഗ്രൂപ്പിൽ 1 ആണ്. 1ന് തൊട്ട് മുമ്പിൽ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണ് എന്ന് ചെക്ക് ചെയ്യാം. പെർഫെക്റ്റ് ക്യൂബ് ഏതാണ്, 1 തന്നെയാണ് വരിക. സോ ഇവിടുത്തെ 10th പ്ലേസിലെ നമ്പർ 1 ആണ്. ക്ലിയർ? ഓക്കെ. രണ്ടാമത്തെ നമ്പർ ഏതാണ്, 4913. 4913. ആദ്യം എന്ത് ചെയ്യുക, 2 ഗ്രൂപ്പാക്കുക. അപ്പോൾ ഇവിടെയും ക്യൂബ് റൂട്ടിൽ 2 നമ്പേഴ്സാണുള്ളത്. ആദ്യം ഫസ്റ്റ് ഗ്രൂപ്പിലെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. ക്യൂബ് നമ്പറിൽ യൂണിറ്റ് ഡിജിറ്റ് 3 ആണെങ്കിൽ ക്യൂബ് റൂട്ടിലെ യൂണിറ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. ഓക്കെ. ഇവിടെ 4 ആണ് നെക്സ്റ്റ് നമ്പർ. 4ന് തൊട്ട് മുമ്പിൽ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. സോ നമ്പർ 1 തന്നെ ആയിരിക്കും. ക്ലിയർ? ദെൻ അടുത്ത നമ്പർ 12167 ആണ്. 12167. സോ ഫസ്റ്റ് 2 ഗ്രൂപ്പാക്കുക. ഫസ്റ്റ് ഗ്രൂപ്പിലെ യൂണിറ്റ് ഡിജിറ്റ് നോക്കുക. യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്. അപ്പോൾ ക്യൂബ് റൂട്ടിൽ എത്രയായിരിക്കും വരിക, 3 ആയിരിക്കും വരിക. ഓക്കെ. ദെൻ ഇവിടെ വരുന്നത് സെക്കൻഡ് പെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 12 ആണ്. 12ന് തൊട്ട് മുമ്പിൽ വരുന്ന ക്യൂബ് നമ്പർ എന്ന് പറയുന്നത് 2 ക്യൂബാണ് 8. സോ 2 ഈസ് ദ നമ്പർ. 8ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. സോ 23 ആണ് നമ്പർ. നെക്സ്റ്റ് 32768. 32768. ഇവിടെയും നമ്മൾ ഫസ്റ്റ് 2 ഗ്രൂപ്പ് ആക്കുന്നു. എത്ര നമ്പർ പോസിബിൾ ആണ്, 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. ഓക്കെ. 2 ഗ്രൂപ്പാണുള്ളത്. സോ 2 ഡിജിറ്റ് നമ്പർ പോസിബിൾ ആണ്. ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റിൽ 8 ആണ്. 8 ആണ് യൂണിറ്റ് ഡിജിറ്റ് എങ്കിൽ ക്യൂബ് റൂട്ടിൽ വരുന്ന നമ്പർ 2 ആയിരിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് 32 ചെക്ക് ചെയ്യുക. 32ന് തൊട്ട് മുന്നിൽ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് എന്ന് പറയുന്നത് 3 ക്യൂബാണ്, 27. ഓക്കെ. സോ 3 ഈസ് ദ 10th പ്ലേസ്. 32 ആണ് നമ്പർ. സോ ഇതുപോലെയാണ് എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക വിത്തൗട്ട് പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഗ്രേറ്റസ്റ്റ്, എക്സ്പ്ലെയിൻ യുവർ റീസണിങ്. അപ്പോൾ തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഏതാണ് ബിഗർ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതി പഠിക്കാം. ഓക്കെ. സോ ഡിഫറൻസ് ബിറ്റ്വീൻ 2 consecutive squares. n സ്ക്വയറിൻ്റെയും n-1 സ്ക്വയറിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് 2n-1 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ 2 consecutive cubes. ഓക്കെ. ഇത് കണ്ടുപിടിക്കുന്നത് n³ മൈനസ് n-1 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്യൂബ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് 3n ഇൻറ്റു n-1 പ്ലസ് 1 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഈ 2 ഇക്വേഷനും നിങ്ങൾ എഴുതി പഠിക്കുക. സോ ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം പറയുന്ന നമ്പർ ഏതാണ്, 67 ക്യൂബ് മൈനസ് 66 ക്യൂബാണ്. ഓക്കെ.
67 ക്യൂബ് മൈനസ് 66 ക്യൂബാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് 3 ഇൻറ്റു 67 ഇൻറ്റു 66 പ്ലസ് 1. ഓക്കെ, ഇതിൻ്റെ ആൻസർ 13267 എന്ന് കിട്ടും. അടുത്തത് 43 ക്യൂബ് മൈനസ് 42 ക്യൂബാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കാലിക്കുക? 3 ഇൻറ്റു 43 ഇൻറ്റു 42 പ്ലസ് 1. ഓക്കെ, സോ ആൻസർ 5419 ആണ്. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? 67 സ്ക്വയർ മൈനസ് 66 സ്ക്വയർ ആണ്. അപ്പോൾ ഇത് n സ്ക്വയർ n-1 സ്ക്വയർ ആണ്. സോ 2 ഇൻറ്റു 67 മൈനസ് 1 ആണ് ചെയ്യേണ്ടത്. സോ 133 ആണ് ആൻസർ വരിക. അടുത്തത് 43 സ്ക്വയർ മൈനസ് 42 സ്ക്വയർ ചെയ്യുന്നതിന് 2 ഇൻറ്റു 43 മൈനസ് 1 ആണ് ചെയ്യേണ്ടത്. സോ 85 ആൻസർ വരും. അപ്പോൾ ഈക്വേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് പഠിക്കുക. ഓക്കെ, എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ ഇത്രയും ഈ ചാപ്റ്റർ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.